ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയ ചാമ്പയ്ക്കയാണ് കേട്ടോ ഇതൊക്കെ. കുറേ ഒക്കെ ആൾക്കാർ കൊണ്ടുപോയി, എന്നാലും ചാമ്പയ്ക്ക പിന്നെയും ബാക്കിയാണ്. നന്നായി തന്നെ ചാമ്പയ്ക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ കരുതി എന്തായിരുന്നാലും നൊയമ്പാണ്, നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു ചാമ്പയ്ക്ക പച്ചടി ഉണ്ടാക്കിയാലോ എന്ന് കരുതി അങ്ങനെ കുറച്ച് ചാമ്പയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ, കുറച്ച് വേപ്പില, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് പച്ചമുളക്. ഇത്രയുമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സവോള ചാമ്പയ്ക്കയുടെ കൂടെ അരിഞ്ഞിടാം. ബാക്കി ഐറ്റംസ് എല്ലാം കൂടെ അരച്ചെടുക്കാം. തേങ്ങ, മാങ്ങ, പിന്നെ ഉള്ളി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. ചാമ്പയ്ക്ക നല്ലൊരു ചാമ്പയ്ക്കയാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇത് ആപ്പിൾ ബെൽ ചാമ്പയ്ക്കയാണ്. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വേപ്പില, ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പുക വരുന്നത്, അല്ലാതെ തീ കൂട്ടി വെച്ചിട്ടല്ല. ഇനി അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കുകയാണ്. സവോള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചാമ്പയ്ക്കയുടെ ചുവപ്പ് കളറൊക്കെ മാറി. ഇനിയിപ്പോൾ ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കറിയിൽ പച്ചമാങ്ങ അരച്ച് ചേർത്തത് കുറച്ച് പുളിരസം കിട്ടുവാൻ വേണ്ടിയാണ്. പച്ചമാങ്ങയ്ക്ക് പകരം തൈര് ഒഴിച്ചാലും മതി. ഈ ഒരു ചാമ്പയ്ക്കയ്ക്ക് കുറച്ച് മധുരരസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി കറിയൊന്നും നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മുടെ കറി അങ്ങനെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഞാനൊരല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും നിങ്ങളും വീട്ടിൽ ചാമ്പയ്ക്കുള്ളവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ലൊരു കറിയാണ്. നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി അല്ലെങ്കിൽ പൈനാപ്പിൾ കിച്ചടി, പച്ചടി, മാങ്ങ പച്ചടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. എന്തായാലും ഒന്നും വെറുതെ കളയണ്ട. നമുക്ക് ദൈവം തരുന്നതാണല്ലോ ഈ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.